അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജെയ്ക്ക് അടുത്ത് വന്ന് നിന്നിട്ട് എക്സ്ക്യൂസ് മീ മാഡം എന്ന് വിളിക്കുമ്പോൾ അർച്ചന പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് ജെയ്ക്കെ കാണുക കേട്ടോ. ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ജെയ്ക്കെ കണ്ടതും. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കേസിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഒരിക്കലും ഞാൻ നിങ്ങളുമായിട്ട് ഒരിക്കലും ഒരു ബന്ധത്തിന് ഞാനില്ല. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്തോ ഉദ്ദേശം കൊണ്ടാണ്. ആ ഉദ്ദേശം ഒരിക്കലും നടക്കില്ല എന്നെല്ലാം പറയുകയാണ് കേട്ടോ. JK പറയുന്നുണ്ട്, ഞാൻ കേസിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ വന്നത്, അല്ലാതെ തന്നെ ശല്യം ചെയ്യാനോ തന്നോട് ഒരു കാര്യം പറയാനോ അല്ല ഞാൻ വന്നിരിക്കുന്നത്. താനൊരു അഡ്വക്കേറ്റ് അല്ലേ, അപ്പോൾ കേസും കൊണ്ട് വന്നു കഴിഞ്ഞാൽ താൻ ആ കേസ് ഏറ്റെടുക്കണമല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അർച്ചന പറയുന്നുണ്ട്, നിങ്ങളുടെ കേസ് എനിക്ക് തൽക്കാലം എടുക്കാൻ പറ്റില്ല. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്താണ് ഉദ്ദേശം പറഞ്ഞാൽ ആ ഉദ്ദേശം നടക്കില്ല. നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലും ആ ഉദ്ദേശം നടക്കില്ല എന്നിങ്ങനെ അർച്ചന JKയോട് പറയുന്നുണ്ട് കേട്ടോ. JK തട്ടിക്കയറുന്നുണ്ട് അർച്ചനയോട്, പക്ഷേ അർച്ചനയൊന്നും അത് മനസ്സിലാക്കുന്നില്ല. അതേസമയം വിജയശങ്കർ ആകെ മൊത്തം ടെൻഷനിലാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ചന്ദ്ര കാണുന്നുണ്ട്. ചന്ദ്ര ചോദിക്കണ്ടേ, എന്താ വിജയേട്ടാ, എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിജയൻ പറയുന്നുണ്ട്, കേസിൻ്റെ കാര്യം ആയിട്ട് നീയൊന്ന് അർച്ചനയുടെ വീട് വരെ, അമ്പാട്ട് വീട് വരെ ഒന്ന് പോകണം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്കാകെ ദേഷ്യം വരികയാണ് കേട്ടോ. അത് സമനില തെറ്റിയ പോലെ പറയണം, ഞാനേ അമ്പാട്ട് വീട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അർച്ചന തോൽക്കണം. അർച്ചന തോറ്റു എന്നറിഞ്ഞാൽ ഞാൻ അമ്പാട്ട് വീട്ടിലേക്ക് പോകും, അല്ലാതെ ഞാൻ പോകില്ല. എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല വിജയേട്ടാ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം രുക്കുവിൻ്റെ കേസ് അന്വേഷണവുമായിട്ട് രുക്കുവും മുകുന്ദനും തമ്മിലുള്ള പ്രശ്നം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് റോൾഡ് ഗോൾഡ് ആഭരണങ്ങളുടെ കേസ് അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ, അത് എത്രയും പെട്ടെന്ന് അത് ഇങ്ങോട്ടേക്ക് എടുക്കണം. അതാണ് വിജയശങ്കറിൻ്റെ ആവശ്യം. അത് തൊണ്ടി മുതലായിട്ട് അവിടെ ഇരിക്കണോടത്തോളം കാലം ഒരിക്കലും രുക്കുവിന് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിജയശങ്കറിന് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ട് അർച്ചനയെ എങ്ങനെയെങ്കിലും തറ പറ്റിക്കണമെന്നൊരൊറ്റ ചിന്ത മാത്രമേ വിജയശങ്കറിനുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ചന്ദ്രയുടെ കയ്യും കാലും പിടിക്കുന്നത്. നീ എങ്ങനെയെങ്കിലും ഒന്ന് അമ്പാട്ട് വീട്ടിലേക്ക് പോയി കാര്യമൊന്ന് സംസാരിച്ച് എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക എന്ന് ഇങ്ങനെ വിജയശങ്കർ ആവുന്നതും ചന്ദ്രയോട് പറയുക.